നമസ്കാരം പ്രിയരെ. വിതരണ കേന്ദ്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വാഹനങ്ങളിൽ നിങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. ബൂത്ത് ഒരുക്കലാണ് ഇന്നത്തെ വിഷയം. പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അഷ്വേർഡ് മിനിമം ഫെസിലിറ്റീസ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ആവശ്യത്തിന് ഫർണിച്ചറുകളും വെള്ളവും വെളിച്ചവും മറ്റ് സൗകര്യങ്ങളും ഉണ്ട് എന്ന കാര്യം ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. നമുക്കറിയാം, പോളിംഗ് ബൂത്തിൻ്റെ 100 മീറ്റർ ചുറ്റളവിൻ്റെ പരമാധികാരി പോളിംഗ് ദിവസം പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കും. അതുപോലെ തന്നെ 100 മീറ്റർ ചുറ്റളവിൽ ക്യാൻവാസിംഗ് പാടില്ല. 200 മീറ്റർ ചുറ്റളവിനുള്ളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ ബൂത്തുകൾ പാടില്ല. അതുപോലെ തന്നെ ആയുധധാരികളായി ആരും തന്നെ 200 മീറ്റർ ചുറ്റളവിൽ പ്രവേശിക്കുവാനും പാടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ സ്ലോഗൻസ്, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ, മഹാത്മജിയുടെ ഒഴികെയുള്ള ചിത്രങ്ങൾ എന്നിവ നീക്കം ചെയ്യേണ്ടതാണ്. ഈ പരിധിക്കൊക്കെ പുറത്ത് മെഗാഫോണോ ലൗഡ് സ്പീക്കറോ ഉപയോഗിച്ചുകൊണ്ട് പോളിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്തിവെക്കുവാൻ ഉള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസറിൽ നിക്ഷിപ്തമാണ്. അതുപോലെ പോളിംഗ് സ്റ്റേഷനകത്ത് പുകവലി പാടില്ല. അതുപോലെ കുക്കിംഗ് തുടങ്ങിയവ പാടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളുള്ള ക്യാപ്പുകൾ, ബാഡ്ജുകൾ തുടങ്ങിയവ ധരിച്ച് പോളിംഗ് ബൂത്തിനകത്തോ അതിൽ 100 മീറ്റർ ചുറ്റളവിലോ എത്താൻ വേണ്ടി പാടില്ല. അതുപോലെ അവയോട് സാദൃശ്യമുള്ളവയും പാടില്ല. വിതരണ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രദേശം സൂചിപ്പിക്കുന്ന, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിനെ സൂചിപ്പിക്കുന്ന 2 നോട്ടീസുകൾ അത് കൃത്യമായ രീതിയിൽ പതിപ്പിച്ചിരിക്കണം. വോട്ട് ചെയ്യേണ്ട രീതി പ്രദർശിപ്പിക്കുന്ന നോട്ടീസുകളും എല്ലാവരും കാണുന്ന രൂപത്തിൽ പതിച്ചിരിക്കണം. ഓരോ സ്ഥാനാർത്ഥിക്കും ഒരു പോളിംഗ് ഏജൻറ്റിനെയും 2 റിലീഫ് ഏജൻറ്റുമാരെയും നിയമിക്കുവാൻ അധികാരമുണ്ട്. നിയമപ്രകാരം ആ അസംബ്ലി മണ്ഡലത്തിലെ താമസക്കാരനും അതുപോലെ തന്നെ വോട്ടറുമായിരിക്കണം ഏജൻറ്റ്. ആ ബൂത്തിലെയോ തൊട്ടടുത്ത ബൂത്തിലെയോ വോട്ടറായിരുന്നാൽ നന്നായിരിക്കും. തിരിച്ചറിയുവാൻ വേണ്ടി അദ്ദേഹത്തിന് എപ്പിക്കോ അതുപോലെയുള്ള മറ്റ് ഡോക്യുമെൻറ്റുകൾ, ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഡോക്യുമെൻറ്റുകൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അദ്ദേഹം ഫോം നമ്പർ 10 അപ്പോയിൻമെൻറ്റ് ഓഫ് പോളിംഗ് ഏജൻറ്റുമായിട്ടാണ് അദ്ദേഹം വരിക. അതിൽ കാൻഡിഡേറ്റിൻ്റെയോ അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റിൻ്റെയോ ഒപ്പുണ്ടായിരിക്കും. അത് നമ്മുടെ സ്പെസിമെൻ സിഗ്നേച്ചറുമായി പ്രിസൈഡിംഗ് ഓഫീസർ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിനകത്തുള്ള ഡീക്ലറേഷനിൽ ഏജൻറ്റ് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ വെച്ച് തന്നെ സൈൻ ചെയ്യേണ്ടതാണ്. തൊട്ടു താഴെ പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യണം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് പോളിംഗ് ഏജൻറ്റും അതുപോലെ തന്നെ അവരുടെ ഡീക്ലറേഷനുമാണ്. പോളിംഗ് ഏജൻറ്റിന് നൽകുന്ന പാസിൻ്റെ രൂപമാണ് നിങ്ങൾ കാണുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പോടുകൂടിയ പാസ്സാണിത്. അതിൽ റിലീഫ് ഏജൻറ്റുമാരുടെ പേരുകൾ കൂടി പ്രതിപാദിക്കുന്നതാണ്. ഏജൻറ്റുമാരെ പിൻവലിക്കുവാൻ സ്ഥാനാർത്ഥിക്ക് ഏതു സമയത്തും അധികാരമുണ്ട്. സ്ഥാനാർത്ഥിയോ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഏജൻറ്റോ ഫോം നമ്പർ 11 ഏജൻറ്റുമാരെ പിൻവലിക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോളിംഗ് ഏജൻറ്റുമാരുടെ മൂവ്മെൻറ്റ് രജിസ്റ്ററാണ്. ഇതിനകത്ത് പോളിംഗ് ഏജൻറ്റുമാർ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും റിലീഫ് ഏജൻറ്റുകൾ പകരം വരുമ്പോഴും ഒക്കെ അത് അവരുടെ മൂവ്മെൻറ്റൊക്കെ കൃത്യമായി രേഖപ്പെടുത്തണം. ഇത് പ്രിസൈഡിംഗ് ഓഫീസർ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. അതിനകത്ത് സൈൻ ചെയ്യുമ്പോൾ പേര് കൂടി രേഖപ്പെടുത്തുവാൻ വേണ്ടി ഏജൻറ്റുമാരോട് നിർദ്ദേശിക്കണം. എങ്ങനെ ഒരു നല്ല പോളിംഗ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ, മഹാത്മജിയുടെ ഒഴികെയുള്ള നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ ഒഴിവാക്കുക. ബൂത്തിന് പുറത്ത് പോസ്റ്ററുകൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ ഗവൺമെൻറ് നിർദ്ദേശം, ഓർഡറുണ്ട്. അതായത് മനോഹരമായിരിക്കുന്ന നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിലുള്ള മതിലുകൾ വൃത്തികേടാക്കുന്ന രൂപത്തിലുള്ള സമീപനം പോളിംഗ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാവരുത് എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ട്. 2 ഡോറുകളുള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. 2 പോളിംഗ് ബൂത്തുകളുള്ള സ്കൂളാണെങ്കിൽ ക്യൂവിൽ നിൽക്കുന്നവർക്ക് മതിയായ സൗകര്യം ഉണ്ടാവുന്ന രൂപത്തിലാണ് പോളിംഗ് ബൂത്തുകൾ അറേഞ്ച് ചെയ്യേണ്ടത്.
പോളിംഗ് ബൂത്തിൻ്റെ എൻട്രൻസിലുള്ള ഹെൽപ്പ് ഡെസ്കിലാണ് BLOയുടെ സ്ഥാനം. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനും എൻട്രൻസിൻ്റെ പുറത്തായിരിക്കണം. എൻട്രൻസിനടുത്ത് വോട്ടർ ആദ്യം സമീപിക്കുന്ന വ്യക്തി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ആയിരിക്കും. തൊട്ടടുത്ത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ, പിന്നെ മൂന്നാം പോളിംഗ് ഓഫീസർ. ഇവരുടെ പിറകിലായാണ് പോളിംഗ് ഏജൻറ്റുമാരുടെ സ്ഥാനം. വോട്ടർ വരുന്നതും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും മുഴുവൻ പ്രോസസ്സുകളും പോളിംഗ് ഏജൻറ്റുമാർക്ക് കാണുന്ന രൂപത്തിലായിരിക്കണം ബൂത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. എന്നാൽ വോട്ടർ വോട്ട് ചെയ്യുന്ന അവസരത്തിൽ കാണുവാനും പാടില്ല. സീക്രസി വയലേറ്റ് ചെയ്യുവാനും പാടില്ല. ബാലറ്റ് യൂണിറ്റിലെ സ്ഥാനാർത്ഥികളുടെ ക്രമമനുസരിച്ചാണ് ഏജൻറ്റുമാരുടെ ഇരിപ്പിടം ക്രമീകരിക്കേണ്ടത്. ബൂത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്ന വിധത്തിലായിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഇരിപ്പിടം. അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ വലതുവശത്തായിട്ടാണ് മൈക്രോ ഒബ്സർവറുടെ സ്ഥാനം. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ഒരു കാരണവശാലും ജനലിനടുത്ത് ക്രമീകരിക്കരുത്. അതുപോലെ കടുത്ത ഇരുട്ടിലും ആയിരിക്കരുത്. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ബാലറ്റ് യൂണിറ്റിനു പുറമെ VVPAT കൂടി ഉള്ളതിനാൽ ഹൈ ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റിനു കീഴിൽ ഒരു കാരണവശാലും വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ക്രമീകരിക്കരുത്. വോട്ടറുടെ ഫ്രീ മൂവ്മെൻറ്റ് തടയപ്പെടുന്ന രൂപത്തിൽ ഉള്ള കണക്ഷൻസ് പാടില്ല. അതായത് കണക്ഷൻ വയറുകൾ തട്ടി വോട്ടർ തട്ടി വീഴുന്ന സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കണം. അതുപോലെ തന്നെ ഈ കണക്ഷനുകൾ ക്ലിയറായി കാണുന്ന രൂപത്തിൽ തന്നെ പ്രദർശിപ്പിക്കണം. അത് ഹൈഡ് ചെയ്യുന്ന രൂപത്തിൽ, കണക്ഷനുകൾ ഹൈഡ് ചെയ്യുന്ന രൂപത്തിൽ ഉണ്ടാവരുത്. പോളിംഗ് ഏജൻറ്റുമാർക്ക് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് വോട്ടർ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കൃത്യമായി കാണുന്ന രൂപത്തിൽ ആയിരിക്കണം ബൂത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്കും. ഒറ്റ ഡോർ മാത്രമുള്ള ക്ലാസ് മുറികളിൽ എങ്ങനെയാണ് പോളിംഗ് സ്റ്റേഷൻ സെറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. ഒരു പാർട്ടീഷൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നു. ബൂത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ലെങ്കിലും അതിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സീക്രസി ഓഫ് വോട്ടിംഗ് മുതൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ബൂത്ത് അറേഞ്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ എത്തിയാൽ വലതുവശത്ത് ബാലറ്റ് യൂണിറ്റും ഇടതുഭാഗത്ത് VVPAT മെഷീനും കാണുന്ന രൂപത്തിലാണ് നമ്മൾ ബൂത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. വിതരണ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ബൂത്ത് അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മെഷീനുകൾ സെറ്റ് ചെയ്താലും ഒരു കാരണവശാലും VVPAT മെഷീൻ ഓൺ ചെയ്യുവാനോ പരിശോധിക്കുവാനോ പാടുള്ളതല്ല. മോക്ക് പോളിന് മുമ്പ് അത്തരത്തിലുള്ളൊരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തലേന്ന് ഫില്ല് ചെയ്യാനുള്ള ഫോമുകളുടെ ഭാഗങ്ങൾ, അതുപോലെ ഡിസ്റ്റിങ്വിഷ് മാർക്കുകൾ പതിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സമയം ആവശ്യമുള്ളതിനാൽ ഒട്ടും സമയം പാഴാക്കാതെ തന്നെ നിങ്ങൾ ജോലികളിൽ വ്യാപൃതരാകുക. പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും മനോഹരമായ ഒരു ബൂത്ത് സജ്ജീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.